നമസ്കാരം. 200 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റ രാത്രി കൊണ്ട് മുഴുവൻ ജനങ്ങളും അപ്രത്യക്ഷമായ ഒരു ഗ്രാമത്തെക്കുറിച്ചറിയാമോ? അങ്ങനെയൊരു ഗ്രാമമാണ് രാജസ്ഥാനിലെ കുൽധാര ഗ്രാമം. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്നും ഏകദേശം 18 കിലോമീറ്റർ അകലെയാണ് കുൽധാര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മണൽ കുന്നുകൾക്കിടയിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന ഈ ഗ്രാമത്തിൽ പകൽ സമയത്ത് സഞ്ചാരികളുടെ തിരക്കാണെങ്കിലും സൂര്യൻ അസ്തമിച്ചാൽ ഗ്രാമം മരണതുല്യമായ നിശബ്ദതയിലേക്ക് മാറും. ഒറ്റ രാത്രി കൊണ്ട് 84 ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഒന്നിച്ച് അപ്രത്യക്ഷമായ കുൽധാര ഗ്രാമത്തിന്റെ ചരിത്രമൊന്ന് പരിശോധിക്കാം. 13-ാം നൂറ്റാണ്ടിലാണ് കുൽധാരയുടെ ചരിത്രം ആരംഭിക്കുന്നത്. പാലിയിൽ നിന്നും കുടിയേറിപ്പാർത്ത പാലിവാൾ ബ്രാഹ്മണരാണ് ഈ ഗ്രാമം നിർമ്മിച്ചത്. മണൽക്കാടിനു നടുവിൽ പച്ചപ്പ് വിരിയിച്ച മികച്ച കർഷകരായിരുന്നു ഈ ഗ്രാമത്തിലെ ജനങ്ങൾ. ഗ്രാമത്തിലെ ഓരോ വീടും ശാസ്ത്രീയമായാണ് നിർമ്മിച്ചിരുന്നത്. രാജസ്ഥാൻ മരുഭൂമിയിലെ കഠിനമായ ചൂടിൽ നിന്നും രക്ഷ നേടാൻ വായുസഞ്ചാരമുള്ള പ്രത്യേക രീതിയിലായിരുന്നു വീടുകളുടെ നിർമ്മാണം. ഇന്നും അവിടെ ബാക്കിയുള്ള തകർന്ന വീടുകൾ നോക്കിയാൽ അവരുടെ നിർമ്മാണ വൈദഗ്ധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മഴ കുറവായ രാജസ്ഥാനിൽ എങ്ങനെ അവർ വലിയ കൃഷിയിടങ്ങൾ ഉണ്ടാക്കിയെന്നത് അത്ഭുതമാണ്. ഖാദിൻ എന്നറിയപ്പെടുന്ന പ്രത്യേക കൃഷിരീതിയും ജലസംഭരണികളും അവർ വികസിപ്പിച്ചെടുത്തു. ഇതവരെ ആ കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമങ്ങളിലൊന്നാക്കി മാറ്റി. കുൽധാരയുടെ നാശത്തിനു പിന്നിൽ ജയ്സാൽമീറിലെ മന്ത്രിയായിരുന്ന സലിം സിംഗ് ആയിരുന്നു. ക്രൂരനും അതിമോഹിയുമായിരുന്നു സലിം സിംഗ്. ഗ്രാമവാസികളിൽ നിന്നും അമിതമായ നികുതി പിരിക്കുക എന്നത് അയാളുടെ വിനോദമായിരുന്നു. ഒരു ദിവസം സലിം സിംഗ് ഗ്രാമത്തലവന്റെ അതിസുന്ദരിയായ മകളെ കണ്ടു. അവളെ വിവാഹം കഴിക്കണമെന്നും വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഗ്രാമം മുഴുവൻ നശിപ്പിക്കുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. പിറ്റേന്ന് പ്രഭാതത്തിന് മുൻപ് പെൺകുട്ടിയെ കൈമാറണമെന്നായിരുന്നു സലിം സിംഗിന്റെ ഉത്തരവ്. സ്വന്തം മകളുടെയും ഗ്രാമത്തിലെ സ്ത്രീകളുടെയും അന്തസ്സ് സംരക്ഷിക്കാൻ ഗ്രാമത്തലവന്മാരും നാട്ടുകാരും ഒരു വലിയ തീരുമാനമെടുത്തു. ആ രാത്രി കുൽധാര നിശബ്ദമായിരുന്നു. പക്ഷേ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു തയ്യാറെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. കുൽധാരയുൾപ്പെടെയുള്ള 84 ഗ്രാമങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ സമ്പാദ്യമെല്ലാം ഉപേക്ഷിച്ച് ഒറ്റ രാത്രി കൊണ്ട് ഗ്രാമം വിട്ടുപോയി. അവർ എങ്ങോട്ടാണ് പോയതെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഇനി ഈ മണ്ണിൽ ആർക്കും താമസിക്കാൻ കഴിയില്ല, ഇവിടെ താമസിക്കാൻ ശ്രമിക്കുന്നവർ നശിച്ചു പോകും എന്ന് ശപിച്ചിട്ടാണ് അവർ ഗ്രാമം വിട്ടുപോയത്. 200 വർഷങ്ങൾക്കിപ്പുറവും ആ ശാപം നിലനിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗ്രാമം പലതവണ പുനരധിവസിപ്പിക്കാൻ ശ്രമം നടന്നെങ്കിലും ആർക്കും അവിടെ കൂടുതൽ കാലം പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇന്ന് കുൽധാര ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു പൈതൃക കേന്ദ്രമാണ്. രാത്രിയിൽ ആരെങ്കിലും അവിടെ തങ്ങാൻ ശ്രമിച്ചാൽ അവർക്ക് അസ്വാഭാവികമായ ശബ്ദങ്ങളും സ്പർശനങ്ങളും അനുഭവപ്പെടുന്നതായും ചിലർ അവിടെ കൊച്ചുകുട്ടികളുടെ ചിരിയും വളപ്പൊട്ടുകളുടെ ശബ്ദവും കേൾക്കാറുണ്ടെന്നും അവകാശപ്പെടുന്നു. കുൽധാര ഗ്രാമം ആത്മാഭിമാനത്തിന്റെ വലിയൊരു സ്മാരകമാണ്. ഒരു പെൺകുട്ടിയുടെ അന്തസ്സിനു വേണ്ടി ഒരു ഗ്രാമം മുഴുവൻ ഒന്നിച്ചു നിന്ന് തങ്ങളുടെ എല്ലാ സമ്പാദ്യവും വീടും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയ ചരിത്രം. ഇന്നും ആ ഗ്രാമത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ഗൃഹാതുരത്വം തങ്ങി നിൽക്കുന്നുണ്ട്.